ഹലോ, എന്താടാ? മാമനല്ല, നരേന്ദ്രമോദി. പിന്നല്ലാതെ ഞാൻ എന്തൊരു പറയാൻ. എൻ്റെ ഫോണിൽ വിളിച്ചിട്ട് മാമനാണെന്ന് ചോദിച്ചാൽ എന്താ കാര്യം പറ. എവിടെ? അവിടെ ആരേ? അയ്യോ, അത് ദൂരം ഇല്ലടാ. ഇല്ല ഞാൻ മറന്നില്ല. എനിക്ക് ഒരടി നടക്കാൻ വയ്യ. എനിക്ക് നിൻ്റെ കൂടെ നടക്കാൻ പറ്റൂല. കാലിൽ തമര്. നീ പോ. എന്താരേ? ഇല്ല നീ പോ. ഞാൻ എന്തൊരു നൊട്ടിക്ക് വരുന്നേ? നീ പോ. ഞാൻ വീട്ടിലോട്ട് പോണ്. വാ. എന്തരൊക്കെ പറഞ്ഞാലും അപ്പോൾ ഒരു ഉപകാരിയാണ്. ഞാൻ ഇനി ചെന്നില്ല എന്നുണ്ടെങ്കിൽ നാളെ അവൻ്റെ മണ്ട ഇത്ര കാണും. എന്തരായിരുന്നാലും അവിടം വരെ പെയ്യിട്ട് വരാം. എന്തരോ വരട്ടെ. എന്തൊരു മാമാ ചുമ്മാ. കണ്ണീർ പൂവിൻ്റെ കവിളിൽ തലോടി ഈണം മുഴങ്ങും പഴം പാട്ടിൽ മുങ്ങി മറുവാക്കു കേൾക്കാൻ കാത്തു നിൽക്കാതെ പൂത്തുമ്പി എന്തേ മറന്നു എൻ്റെ പുള്ളൂർ കുടം പോലെ തേങ്ങി. കണ്ണീർ പൂവിൻ മാമന്തിരാമ അവിടെ നിൽക്കണത്. എടാ, നിൻ്റെ കൂടെ നടന്ന് എനിക്ക് ഇളിയെടുക്കാൻ വയ്യ. ഇനി നടക്കാൻ വയ്യ. മാമ ഇത്തപ്പൂരം കൂടെ ഉള്ളു വരി. എടാ, ഞാൻ ഇവിടെ നിൽക്കാടാ. മാമ ഇങ്ങോട്ട് വരുന്ന മാമ, ഒരു കാര്യം പറയാം. എടാ ചെറുക്ക. എന്തിനാമ? എടാ, നീ ഏത് മാമനെടാ അന്വേഷിച്ചു വന്നത്? എൻ്റെ അച്ചുമാമനെ. അച്ചുമാമനാ? ഞാൻ അറിയാത്ത യാതൊരു അച്ചുമാമൻ നിനക്കുള്ളത്? മാമ എൻ്റെ അച്ഛൻ്റെ ഒരു അകന്ന ബന്ധുവാണ് അച്യുതൻ മാമൻ. തന്നെ? ഓ ലോ, ആ മുറുക്കാങ്കട ഇരിക്കുന്ന ആള് തന്നെയാടാ. അതൊന്നും അല്ല. പിന്നെ? എൻ്റെ അച്യുതൻ മാമന് പോലീസിലായിരുന്നു മാമ ജോലി. ഇപ്പോഴും ജോലിയുണ്ടാ? ഇപ്പൊ ഇല്ല, ഇപ്പൊ റിട്ടയർഡായി. യാത് സ്റ്റേഷനിലായിരുന്നു? രാമപുരം സ്റ്റേഷനിലോ മാമ. ഇപ്പൊ അങ്ങനെ അന്വേഷിച്ചു വരാൻ കാര്യം എന്തരേ? പാവം എൻ്റെ അച്യുതൻ മാമൻ. എന്തേ? മാമനെ ഭയങ്കര ധൈര്യശാലിയായിരുന്നു. അപ്പൊ മാമന്റെ ആ സ്റ്റേഷന്റെ അടുത്തൊരു കില്ലാടി ഉണ്ടായിരുന്നു, ഒരു റൗഡി. ചട്ടമ്പി. ഒരു ദിവസം അവിടുത്തെ ചന്തയിൽ കിടന്ന് ബഹളം ഉണ്ടാക്കി, ആൾക്കാരൊക്കെ അടിച്ചു. അപ്പൊ SI പറഞ്ഞ്, അച്യുതന്നാരെ നിങ്ങൾ പോയി അവനെ പിടിച്ചോണ്ടിരാൻ പറഞ്ഞു. അതെന്താ SIക്ക് പേടിയാ? SIക്ക് പേടിയില്ല അമ്മ. പിന്നെ അച്യുത മാമൻ ഭയങ്കര ധൈര്യശാലിയല്ലേ, കളരിയൊക്കെ പഠിച്ചിട്ടുണ്ട്. പിന്നെ അതുകൊണ്ടാണ് അച്യുത മാമൻ എല്ലാത്തിനും വിടുന്നത്. അപ്പൊ അച്യുത മാമൻ ചന്തയിൽ പോയിട്ട് വന്ന് വണ്ടിക്കാരടാന്ന് പറഞ്ഞു. അച്യുത മാമനെ പിടിച്ച് തള്ളി മാമ. ഇയാള് ആര്? ഈ ചട്ടമ്പിയാ? ഈ ഗുണ്ട. ഉടനെ ഇത് കണ്ടോടുന്ന ആര്? നാട്ടുകാരായിരിക്കും. നാട്ടുകാർ മാത്രമല്ല, പിന്നെന്തരേ? സ്വന്തം മോനായ സേതു അണ്ണായി. അതായത് അച്യുത മാമനൊരു മോനുണ്ട്, സേതു അണ്ണായി, എന്റെ സ്വന്തം അണ്ണായി. അണ്ണൻ കണ്ടുകൊണ്ടിരിക്കണോമോ? ഏത് അച്ഛനടുത്ത് ഏതെങ്കിലും മോൻ കണ്ടുകൊണ്ടിരിക്കോ? ഞാനല്ലാതെ. നീ അല്ലാതെ വേറെ ഒരു മോനും കണ്ടോണ്ടിരിക്കൂല. കണ്ടല്ല. എന്നിട്ടെന്തരായി? സേതു അണ്ണൻ ചാടി വീണ് ഇവനെ എടുത്തിട്ട് ഇടിച്ച് ചമ്മന്തി പരിവാക്കി. എന്നിട്ട് കത്തിയും എടുത്തു മാമ. കത്തിയെടുത്തപ്പോ അച്യുത മാമൻ പറഞ്ഞു, ഒരു വാക്കുണ്ട് മാമ. എന്താ വാക്ക്? കത്തി താഴെ ഇട. സേതു കൊണ്ടെടുത്ത് കത്തി താഴെ ഇട. നിന്റെ അച്ഛനാണ്ട് പറയണ കത്തി താഴെ ഇടാൻ. കണ്ണ് അറിഞ്ഞോണടാ. എല്ലാരും കരഞ്ഞു മാമ. സേതു കൊണ്ടും കത്തി താഴെ ഇട്ടില്ല. അയ്യോ. സേതു കൊണ്ട് SI ആയിട്ട് എല്ലാം ആയതാണ്, അവൻ ജോലി ആയതാണ്. SI സെലക്ഷൻ കിട്ടിയ ആളാ സേതു. ജോലിയും പോയി. സേതു കൊണ്ട് ഒരു പെണ്ണുമായിട്ട് ഇഷ്ടത്തിലായിരുന്നു, കല്യാണം ഉറപ്പിച്ചതാണ്. അതും പോയി മാമ, എല്ലാം പോയി. പാവം എൻ്റെ അച്യുത മാമന് സേതു കൊണ്ടൊക്കെ എൻ്റെ സ്വന്തം അണ്ണൻ. ശരിയടാ, ഞാൻ പോട്ടാ. മാമ ഇവിടെ പോണോ? നിക്കി മാമ, നിക്കി. എന്താ നിങ്ങൾ പെട്ടെന്ന് പോണത്? ഇനി ഞാൻ ഇവിടെ നിന്നാ നീ ചെങ്കോലിന്റെ കഥയും പറഞ്ഞു തുടങ്ങും. എന്തിനു മാമ? ചെങ്കോലിന്റെ കഥയും നീ പറഞ്ഞു തുടങ്ങും. എന്തിനു മാമ? വാ.